നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂര്. 2025 അവസാനിക്കാനായിട്ട് പോവുകയാണ്. 2 മാസവും കുറച്ച് ദിവസങ്ങളെ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ശേഷിക്കുന്നുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും പലരും അടുത്ത ഒരു വർഷത്തേക്കുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരു ജനുവരി 1-ാം തീയതിയോട് കൂടിയിട്ട് പല ആളുകളും പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ ഒരു വർഷം ഒരു 10 കിലോ വെയിറ്റ് കുറയ്ക്കണം, ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ജിമ്മിൽ പോകും, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ. ഈ വർഷം നന്നായിട്ട് ഏൺ ചെയ്യും, ഇത്ര ഏൺ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ നേടും. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും നമ്മൾ ഇടുന്ന ഒരു സമയമാണ് ഈ വരുന്ന സമയങ്ങൾ അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് പോലും ഈ തരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. പല ആളുകളും ഇപ്പൊ പറഞ്ഞ വളരെ ചെറുപ്പത്തിലൊക്കെ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുക, പല അസുഖങ്ങളും വരിക, അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കിടപ്പിലാവുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സപ്ലിമെന്റിന്റെ ഒരു മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ള സമയത്ത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ചും ഇപ്പോൾ ഓരോരുത്തർക്കും ചില ചില പോരായ്മകൾ അവർക്ക് വരുമ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്കത് അറിയാം, അവർക്കൊരു ടെൻഷനും ഉണ്ട്. പക്ഷേ നമ്മളുടെ ജോലി തിരക്ക് മൂലവും നമ്മളുടെ ഒരു ജീവിത ചെലവുകളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂലം നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമുക്കറിയാം, നമുക്കൊരു ദിവസം അതിന് വേണ്ടിയിട്ട് മെനക്കേടാണ്. ഇനി ഒരു ദിവസം മെനക്കേടെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള പൈസ മുടക്ക് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് പലർക്കും. അപ്പോൾ അത് തന്നെയല്ല, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരത്തിലുള്ള ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു പേടിയൊക്കെ നമുക്കുണ്ട്. പൊതുവെ അസുഖം ഉണ്ടായിട്ടും ഇല്ലാതെയൊക്കെ മരുന്ന് കൊടുക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എല്ലായിടത്തും അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളതല്ല, പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുപോലെ ഈ ഭക്ഷ്യവസ്തുക്കളുമായി ഉള്ളവണ്ണം തന്നെ ഈ പറയുന്ന മെഡിസിൻസിലും പല കാര്യങ്ങളിലും ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത പ്രശ്നങ്ങളും, അതുപോലെ തന്നെ പല പ്രോഡക്റ്റുകളും നിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പല മെഡിസിൻസ്, ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ നിരോധിച്ചതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് ദോഷങ്ങൾ ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന വാക്സിനൊക്കെ എടുത്ത സമയത്ത് ആ ഒരു വാക്സിനൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അത് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തത് അല്ലേ? അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈഡ് എഫക്റ്റ്, ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ ഏതെടുത്താലും ഇപ്പോൾ ഒരു പരിധി വരെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും വന്നാലും, ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ഇങ്ങനെ ഏത് അസുഖങ്ങൾ വന്നാലും ഒരു പരിധി വരെ ഒരു മെഡിസിൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യം ഒന്നും അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിതശൈലി രോഗത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അത് ആ മെഡിസിനിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും അത് ഒരു ബിസിനസ് ലെവലിലേക്ക് അത് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പലരും ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ വീക്ഷണമെങ്കിലും, അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും മരുന്ന് കമ്പനികൾ അവർക്ക് മരുന്ന് വിറ്റേ പറ്റൂ. അപ്പോൾ മരുന്ന് വിറ്റാലാണ് ലാഭമുള്ളൂ. അപ്പോൾ പരമാവധി മരുന്ന് വിൽക്കാനുള്ള പരിപാടികളാണ് അവരും ചെയ്യുന്നത്. പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് മരുന്ന് കഴിച്ച് ആ ഒരു അസുഖം മാറ്റി ആ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരുമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല. ഒരുപാട് മാറ്റങ്ങൾ അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പല ആളുകൾക്കും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് കണ്ടുവരുന്നത്. അതും ഒരു മരുന്ന് അല്ലെങ്കിൽ 2 മരുന്നൊക്കെ കഴിച്ച് തുടങ്ങിയ ആളുകൾ കഴിയും തോറും 3ഉം 4ഉം 5ഉം, അത് കൂടി 8ഉം 10ഉം 12ഉം 14ഉം 15ഉം കൂട്ടൊക്കെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ വന്നതാ? അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ആളുകൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കുറേയൊക്കെ, ഒരു പരിധി വരെ. കാരണം മെഡിസിൻ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്ന സമയത്ത്, അപ്പോൾ ഇത് ഇല്ലാതെ മാറ്റാനായിട്ടൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും പൊതുവെ നടക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഞാൻ നാളെ മുതൽ എക്സർസൈസ് ചെയ്യുമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് 1-2 ദിവസം ചെയ്തിട്ട് നിർത്തുന്ന രീതിയൊക്കെയാണ് കണ്ടുവരുന്നത്. ഈ പറയുന്ന പല കാര്യങ്ങൾക്കും തീരെ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പരാതി. അപ്പം അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വാഹനം കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്യും. പക്ഷെ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മളത് കൃത്യമായിട്ടുള്ള സർവീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. കാരണം
ഒരു വാഹനം പോയാൽ നമുക്കത് മാറി വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ അത് മാറ്റിയെടുക്കാനൊന്നും നടക്കില്ല അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ആ ഒരു ഹെൽത്തിലേക്ക് വരാനായിട്ട് പറ്റുമോ? പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. ആ ഒരു പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചൊന്നും ആരും പൊതുവെ വരാറില്ല. വളരെ അപൂർവം ആളുകൾ ആ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നല്ലാതെ ഒരു 90% ആളുകളും ആ പഴയ ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രതിവിധി. പ്രത്യേകിച്ചും നമുക്ക് ശരീരത്തിന് ദോഷകരമല്ലാത്ത ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതും ക്വാളിറ്റി ഉള്ള ആയുർവേദം. ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്ന് അറിയപ്പെടുന്ന പ്രൊഡക്റ്റുകൾ. കാരണം എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അംഗീകാരമുള്ള പ്രൊഡക്റ്റാണ്. അത്തരത്തിലൊക്കെ ഒരുപാട് സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുമ്പോഴാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വെജിറ്റേറിയൻ ക്യാപ്സൂൾസ് ഒക്കെയാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടായിരിക്കില്ല. അതിൻ്റെ സത്തെടുത്ത് അതിൻ്റെ ജലാംശം വറ്റിച്ച് പൊടി രൂപത്തിലാണ് അത് സംരക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കേടാവാനുള്ള സാധ്യതകൾ അങ്ങനെയാണ് കുറയ്ക്കുന്നത്. അല്ലാതെ കെമിക്കൽസ് ഒന്നും അധികം ചേർത്തിട്ടല്ല അത് കേടാവാനുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കുന്നത്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലേബലിൽ വരുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ദോഷങ്ങൾ അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഓരോ അവയവത്തിനും വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഓരോ അവയവത്തിൻ്റെ പ്രവർത്തനം കുറവുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന ലക്ഷണം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കി കഴിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഓരോ പേരുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ വെൽഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഹൃദയ സംബന്ധമായ എനർജി നൽകിക്കൊണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അതുപോലെ ലിവഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ലിവഗെയിൻ എന്ന് പറയുന്നത്. വിളിച്ചിട്ടുള്ള നെഞ്ചരിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ലിവഗെയിൻ എന്ന് പറയുന്നത്. അതുപോലെ യൂറിഫ്ലഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിഡ്നി സംബന്ധമായിട്ട് നമ്മുടെ വേസ്റ്റുകളൊക്കെ പുറത്ത് കളയുന്നതിനും അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കല്ല്, കിഡ്നി സ്റ്റോൺ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേസ്റ്റുകൾ, ഇപ്പോൾ നമുക്ക് കാൽസ്യം ഒക്കെ അടിഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് യൂറിഫ്ലഷ് എന്ന് പറയുന്നത്. ബയോട്ടിക് എന്ന് പറയുന്ന നമ്മുടെ ദഹനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പൈൽസീസ് എന്ന് പറഞ്ഞാൽ പൈൽസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഏതൊക്കെ അവയവങ്ങളുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പ്രത്യേകിച്ച് ഉമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പേരുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നതെന്നുള്ളതാണ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള 22 മീത ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുകയും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കഴിച്ചിട്ട് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇതെല്ലാം ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈല് ആൻഡ് ആയുർവേദ, ഇത് നാലുകളെയും കൂടി ചേരുമ്പോൾ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിതശൈലി ഒരുപാട് മാറ്റങ്ങൾ പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല കൃത്യമായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് രാത്രി വൈകിയൊക്കെ ഉറക്കമുളച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ജീവിതചര്യയിൽ വരേണ്ട ഒരു കാര്യമല്ല അതൊരിക്കലും. നമ്മളുടെ ജീവിതചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നൊക്കെയാണ്. എപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം? രാവിലെ 3 മണി ആ ഒരു സമയത്തൊക്കെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞ സമയം. അപ്പോൾ അത്തരത്തിലൊക്കെ എഴുന്നേറ്റ് രാവിലെ പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അത്രയ്ക്കൊന്നും നോക്കിയില്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് രാത്രി വൈകാതെ നമ്മൾ ഒരു 10 മണിക്കൊക്കെ കിടന്നുറങ്ങി ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്തരത്തിൽ ജീവിതചര്യ കറക്റ്റാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ കൃത്യ സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കേണ്ട രീതി, നമ്മൾ എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണം, നമുക്ക് പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് മുരിങ്ങയില പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ പോഷകസമൃദ്ധമായ വിഭവങ്ങൾ നമുക്ക് കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചോറൊക്കെ ഒരുപാട് ചോറൊന്നും കഴിക്കാതെ
ഒരു മിനിമം ക്വാണ്ടിറ്റി, ചോറിൻ്റെ അളവൊക്കെ ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവന്ന പച്ചക്കറികൾ, ഇലക്കറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഒരുപാട് വേവിച്ചൊക്കെ കഴിക്കാതെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സാലഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊബയോട്ടിക്കാണ് തൈര് പോലെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ വിരുദ്ധാഹാരങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മീനും മോരും, തേനിൻ്റെ കൂടെ നെയ്യ് ചേർക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പാലിൻ്റെ കൂടെ തക്കാളി, പാല് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൈരൊക്കെ കൂട്ടുന്ന സമയത്ത് തൈരിൻ്റെ കൂടെ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താതിരിക്കുക. ഇങ്ങനെയുള്ള ചില വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ നമുക്ക് ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്ത് പണം കിട്ടിയാലും എന്ത് ഭാഗ്യം ഉണ്ടായാലും നമുക്കത് സാധിക്കുകയുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യമാണ് ആരോഗ്യം. ആരോഗ്യം ഉണ്ടെങ്കിലേ ബാക്കി എന്തും നമുക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, കിടന്നൊക്കെ പോകേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ, എണീക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നാലുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രായമൊക്കെ ഏറി വരുന്തോറും നമുക്ക് ഈ പറഞ്ഞ ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോഡിയം കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുക. നമുക്ക് അറ്റാക്ക് പോലെ ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിന് എനർജി കൊടുക്കുന്നതിനുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ അതുപോലെ തന്നെ നെർവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. നെർവസിന് എനർജി കൊടുത്തുകൊണ്ട് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആക്കാനുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ ഡെയിലി ഡിറ്റോക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ നമുക്ക് 2026 ലക്ഷ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ 1-ാം തീയതി മുതൽ ഞാനങ്ങ് തകർക്കാമെന്നൊന്നും അതൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴേ നമ്മൾ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലവും നമുക്ക് നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഇന്ന് മുതൽ ഡു ഇറ്റ് നൗ, ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് മുതൽ ഇപ്പോൾ മുതലേ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ന് മുതലേ തുടങ്ങുക, നാളത്തേക്ക് ഒരിക്കലും മാറ്റരുത്. അങ്ങനെ പ്രോക്കാസ്റ്റിനേഷൻ, അതായത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആ ഒരു രീതി ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് ആ ഒരു കള്ളം പറഞ്ഞ് മൈൻഡിന് എപ്പോഴും തോന്നുന്നത് എന്തായിരിക്കും, ഇവൻ പറയുന്ന കേൾക്കുമ്പോഴേ അറിയാം ഇത് നടപടിയുള്ള കച്ചേരിയല്ല എന്നുള്ളത് നമ്മളുടെ മൈൻഡിന് അറിയാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയ ആ ഒരു ദോഷമാണ് പ്രത്യേകിച്ച് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ പറ്റിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുമ്പോൾ അത് പറ്റിപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്നുകൂടി പറയുന്ന സമയത്ത് മനസ്സിരുന്ന് പറയും നടപടിയുള്ള കച്ചേരിയല്ല അല്ലേ. ആ ഒരു ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ളൊരു മനക്കെട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ചെയ്യുക. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും അല്ലേ. നമ്മൾ ആശ കൊടുക്കരുത്, ആന കൊടുത്താലും. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഞാനങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞ് വീമ്പിളക്കിയിട്ട് മാത്രം കാര്യമില്ല, അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 1-ാം തീയതി മുതൽ, ഇപ്പോൾ ജനുവരി 1 മുതൽ ഞാൻ ജങ്ക് ഫുഡുകൾ കഴിക്കില്ല, നന്നായിട്ട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യും, അങ്ങനെയുള്ള തീരുമാനങ്ങൾ പലതും എടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ 31-ാം തീയതി നോക്കുന്ന സമയത്ത് ഇന്നിങ്ങടെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഇന്ന് തകർത്ത് വലിച്ചു വാരി കഴിക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും ആ ഒരു ചിന്താഗതി. അതുപോലെ തന്നെ 31-ാം തീയതി നോക്കുന്ന സമയത്ത് നാളെ മുതലല്ലേ എക്സസൈസ് ചെയ്യേണ്ടുള്ളൂ, അപ്പോൾ നാളെ മുതൽ തുടങ്ങാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അന്നും മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇതൊന്നും നടപടിയുള്ള കച്ചേരി അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പ്രോക്കാസ്റ്റിനേഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് ഡു ഇറ്റ് നൗ, ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം. അപ്പോൾ ആ ഒരു വാക്ക്, ആ ഒരു മന്ത്രം ഡു ഇറ്റ് നൗ, ഇപ്പോൾ ചെയ്യുക എന്നുള്ള ഒരു മന്ത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം ആയുസ്സൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.